ഹായ് ഗൈസ്, അപ്പോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുട്ട കഴിക്കാമോ, അതായത് മുട്ടയുടെ മഞ്ഞ കഴിക്കാമോ. സോ ഒരുപാട് പേര് കൊളസ്ട്രോൾ വരുമെന്ന് വിചാരിച്ച് ആരും കൺസ്യൂം ചെയ്തില്ല, പേടിയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും ഇതിനകത്ത് ഹാർംഫുൾ ആയിട്ടുള്ള ഒരു ഇതും ഇല്ല. സോ മുട്ടയുടെ മഞ്ഞയിലാണ് ഒട്ടേറെ പ്രോട്ടീൻ, വൈറ്റമിൻ, കാൽഷ്യം, മെഗ്നീഷ്യം, പൊട്ടാസ്യം, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B6 അടങ്ങിയ ഒരുപാട് അധികം പ്രോട്ടീൻ, അതുപോലെ തന്നെ എല്ലാ റിച്ച് ആയിട്ടുള്ള ഐറ്റംസ് ഈ മുട്ടയുടെ മഞ്ഞയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി മുട്ട കൺസ്യൂം ചെയ്യാം. അതൊരിക്കലും ഹാമല്ല. കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറഞ്ഞ് ഈ മുട്ടയുടെ മഞ്ഞ കഴിക്കാതിരുന്നിട്ട് കാര്യമില്ല. അത് കഴിക്കാതിരുന്നിട്ട് ഫ്രൈഡ് ഫിഷും ഫ്രൈഡ് ചിക്കനും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് കുറവാണ്. അപ്പോൾ ഒരിക്കലും ഇതല്ല നിങ്ങൾക്ക് കൊളസ്ട്രോളിനെ ബാധിക്കപ്പെടുന്ന ഒരു സാധനം. സോ കൊളസ്ട്രോൾ ഉണ്ടെന്നും പറഞ്ഞ് ഇത് കഴിക്കാതിരിക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഭയങ്കരമായിട്ടുള്ള കൊളസ്ട്രോൾ ഉണ്ട്, ബാഡ് കൊളസ്ട്രോൾ ഒരുപാട് ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം മുട്ട കഴിക്കാം, ഒരു കുഴപ്പമില്ല, അത് ഹാം ചെയ്യത്തില്ല നിങ്ങൾ. അതുപോലെ തന്നെ ഈ മുട്ടയിൽ 2.75 ഗ്രാം പ്രോട്ടീനും അതുപോലെ തന്നെ 4.5 ഗ്രാം ഫാറ്റും ആണുള്ളത്. 55 കലോറീസും ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. സോ മുട്ട ഹെൽത്തിയാണ്. നമ്മുടെ ഹെൽത്തി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് ഉറപ്പായിട്ടും ഹെൽത്തിയും. ഡെയിലി നമുക്ക് മുട്ട കൺസ്യൂം ചെയ്യാം. സോ മുട്ട എങ്ങനത്തെ രീതിയിൽ കൺസ്യൂം ചെയ്താലാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ പുഴുങ്ങി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പോ മുട്ട ഓംലേറ്റ് ഒക്കെ കഴിക്കുമ്പോൾ അതിന് കൂടുതലും ഓയിലൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അതിനേക്കാൾ മുട്ട പുഴുങ്ങി കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ ചിലർക്ക് പച്ചയ്ക്ക് കഴിക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോയിൽ ഒന്നും ചെയ്യാതെ നോർമൽ ആയിട്ട് കഴിക്കാം. ഹെൽത്തിയായിട്ട് നമുക്ക് കിട്ടുന്നത് ബോയിൽഡ് എഗ് ആണ്. സോ അതുകൊണ്ട് തന്നെ എഗ് കൺസ്യൂം ചെയ്യാം. എഗ്ഗിന്റെ ബോത്ത് പാർട്ട്, വൈറ്റ് ആൻഡ് യെല്ലോ, നല്ലതാണ്. മൊത്തത്തിൽ ഒരു മുട്ടയുടെ ഗുണം കിട്ടണമെങ്കിൽ അത് മൊത്തമായിട്ട് കഴിക്കണം. സോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഹെൽത്തി ആയിട്ടിരിക്കാം.